ഇവിടുന്ന് നേരെ അങ്ങോട്ട് വീട്, ഇസ്രയേലിലേക്കും ഇറാനിലേക്കും വീട്. നാട്ടിൽ കൂടെ ഒരുത്തൻ ഒരു ബസ് 12 വർഷം ഇസ്രയേലിൽ പോയി ജോലി ചെയ്ത് പൈസയ്ക്ക് മേടിച്ച് ആ ബസ്സിന് ഇസ്രയേലിന് പേരിട്ടു എന്ന് പറഞ്ഞ് നാട്ടിൽ കുരു പൊട്ടിച്ച് ബഹളം ഉണ്ടാക്കി ഇങ്ങനെ കുറെ ടീമാണ്. ഞാനിപ്പം നമ്മുടെ മലയാള മനോരമയിൽ ഒരു വാർത്ത കണ്ടു, ഒരു ബസ്സിന്റെ പേര് ഇസ്രയേൽ എന്നാണ്. ഈ ഇസ്രയേൽ എന്ന പേര് ചില ആൾക്കാർക്ക് പ്രശ്നമുണ്ടായി, നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി, സോഷ്യൽ മീഡിയയിൽ പ്രശ്നം ഉണ്ടാക്കി. ഒടുവിൽ ആ ബസ്സിന്റെ ഓണർ ബസ്സിന്റെ പേര് ഇസ്രയേൽ എന്ന് മാറ്റിയിട്ട് ജെറുസലേം എന്നാക്കി. ഞാൻ വിചാരിച്ചു, ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ആ ഓണറിന് ഇഷ്ടമല്ലേ ബസ്സിന് ഏത് പേരിടണം. നമ്മുടെ നാട്ടിലൊക്കെ കുറെ ആൾക്കാരൊക്കെ ഗൾഫിലൊക്കെ പോയിട്ട് വന്നിട്ട് ഗൾഫ് മോട്ടേഴ്സ്, ദുബായ് അല്ലെങ്കിൽ ഖത്തർ, അങ്ങനെയൊക്കെ കുറെ പേരുണ്ട്, കുവൈറ്റ്, അങ്ങനെയൊക്കെ കുറെ പേരിട്ട് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാറുണ്ട്. ഇപ്പം അറേബ്യൻ എന്നുള്ള രീതിയിൽ ഫുഡ് ബിസിനസ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡ് ബിസിനസ്, സ്വർണ്ണക്കടകൾക്കൊക്കെ ഇപ്പം ഒരു അറബിക് ചായ ഉള്ള പേരുകളൊക്കെ വെക്കാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഗൾഫിലോ ഒക്കെ പോവും. ആ നാട്ടിൽ പോയി കഴിയാൻ നേരത്തെ നാട്ടിൽ നിന്നായിരിക്കും കുറച്ചൊക്കെ പൈസ കിട്ടുന്നത്. ആ പൈസ കൊണ്ടായിരിക്കും ചിലപ്പോൾ രക്ഷപ്പെടുന്നത്. അപ്പോൾ എന്ത് പറ്റും, അതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ പേര് വെക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ദുബായിലെ ഷെയ്ഖിൻ്റെ ഒക്കെ ഫോട്ടോ വെക്കുന്ന കടകളൊക്കെ ഇരിപ്പുണ്ട്. കാരണം അവർക്ക് ജീവിതം ഒന്ന് ലൈഫ് സെറ്റായത് ഇവിടുന്ന് അവിടെ പോയി കഷ്ടപ്പെട്ടപ്പോഴാണ്. അപ്പോൾ ആ നാടിനോട് സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ ഈ പേര്, ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ കാര്യം, എന്താ സംഭവം എന്നൊക്കെ ജസ്റ്റ് നമ്മൾ ഇതുപോലെ കൗതുകം നിറഞ്ഞ വാർത്തകൾ കാണാൻ നേരത്ത് നമ്മൾ കയറി നോക്കത്തില്ല. അപ്പം ഞാനും ഈ വാർത്ത കാണാൻ നേരത്ത് കയറി നോക്കി. ഇസ്രായേൽ വിരോധം, പേര് മാറ്റി ജെറുസലേം എന്നാക്കി, പ്രശ്നങ്ങൾ ഒതുക്കി എന്നുള്ള രീതിയിലാണ് എൻ്റെ തമ്മിൽ കൊടുത്തിരിക്കുന്നത്. വാർത്ത വായിക്കുമ്പം കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ വ്യക്തമാവും. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പേര് കാരണം കേസും പൊല്ലാപ്പും വരെ ഉണ്ടാകുമെന്ന മറുപടിയാകും കർണാടക മാംഗ്ലൂരിൽ ഒരു ബസ് ഉടമയ്ക്ക് പറയാനുണ്ടാകുക. ഇസ്രായേൽ ട്രാവൽസ് എന്ന തന്റെ ബസ്സിന്റെ പേര് ജെറുസലേം എന്ന് മാറ്റേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചാണ് ഈ ബസ് ഉടമയ്ക്ക് പറയാനുള്ളത്. 12 വർഷത്തോളമായി ഇസ്രായേലിൽ ജോലി ചെയ്യുന്നയാളാണ് ലെസ്റ്റർ കട്ടിൽ, അങ്ങനെയാണെന്ന് ഒന്ന് വായിക്കുന്നത് കേട്ടോ. കടപ്പാടും സ്നേഹവും കൊണ്ടാകാം അദ്ദേഹം തന്റെ ബസ്സിന് ആ രാജ്യത്തൊരു പേര് തന്നെ നൽകിയത്. അപ്പൊ ഞാൻ പറഞ്ഞ തന്നെയല്ലേ കാര്യം, നമ്മുടെ ഗൾഫിലൊക്കെ പോയിട്ട് ആൾക്കാർ പൈസ ഉണ്ടാക്കി തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഗൾഫുമായി ബന്ധപ്പെട്ടൊരു പേരൊക്കെ ഇട്ട് ഒരു ബിസിനസ് തുടങ്ങുന്ന പോലെ ഈ പുള്ളിക്കാരൻ ഇസ്രായേലിൽ ജോലിക്ക് പോയിട്ട് 10 പൈസ ആ നാട്ടിൽ നിന്നുണ്ടാക്കി ആ നാട്ടിൽ ജോലി ചെയ്തു. ആ നാടിനോടൊരു സ്നേഹം കൊണ്ട് പുള്ളിക്കാരൻ നാട്ടിൽ വന്നിട്ട് ബസ് മേടിച്ചു, ബസ്സിന് പേരിട്ടു. ബസ്സിന് പേരിട്ടെന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്നുള്ള രീതിയിലൊരു ബസ്സിനാണ് പേരിട്ടിരിക്കുന്നത്. അത്ര നെഗറ്റീവായിട്ടൊരു പേരല്ലേ, ഒരു രാജ്യത്തിന്റെ പേരല്ലേ. അയാളെ രക്ഷപ്പെടുത്തിയ, അയാൾക്ക് സെന്റിമെന്റ്സ് ഉള്ള ഒരു രാജ്യത്തിന്റെ പേരാണ്. 12 വർഷം ജോലി ചെയ്ത സ്ഥലത്തെ പറ്റിയാണ് ഈ പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തോടെ കാര്യങ്ങൾ തലകിലായി. ആ പേര് കാട്ടിലിനുണ്ടാക്കിയ തലവേദന കുറച്ചൊന്നുമല്ല. അപ്പൊ സംഭവം അല്ലെ, യുദ്ധത്തിന്റെ പേരിലാണ് ഇപ്പൊ പ്രശ്നം നടക്കുന്നത് എന്നുള്ളത്. ഇറാൻ, ഇസ്രായേൽ, ഫലസ്തീൻ, ഹമാസ് യുദ്ധങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ബസിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് വളരെ മോശം പ്രതികരണങ്ങളാണ് പലരും നടത്തിയത്. രൂക്ഷ പ്രതികരണങ്ങൾ അതിരു കടന്നതോടെ കട്ടിൽ ബസിന്റെ പേര് മാറ്റി ജെറുസലേം എന്നാക്കി. ഇസ്രായേൽ ട്രാവൽസ് എന്ന ആ പേര് കാരണം ആളുകൾക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് കാട്ടിൽ പ്രതികരിച്ചത്. ഇസ്രായേലിന്റെ പേര് കാരണം ആർക്കാ ഇത്ര പ്രശ്നം, എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പ്രശ്നം ഉണ്ടാകുന്നവർക്ക് ഈ ഇറാനിൽ ഇസ്രായേൽ തമ്മിൽ യുദ്ധം നടക്കുന്നത് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഒരു ബസ് ഓടുന്നു, ആ ബസ്സിന്റെ പേര് ഇസ്രായേൽ എന്നാണെന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്മാരുടെയൊക്കെ ബോധം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്നെങ്കിൽ ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീൻ അല്ലെങ്കിൽ ഒരു സംഭവം ഇത്രേ ഉള്ളൂ. ബസ്സിന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് പരാതി നൽകുമെന്ന് ഭീഷണി വരെ ഉണ്ടായിരുന്നു. സ്വന്തം ബസ്സിന്റെ പേര് മാറ്റണമെന്ന് നാട്ടുകാർ പോലീസ് വരെ കംപ്ലൈന്റ് കൊടുത്തു. FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പോലീസിനോട് പലരും ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രശ്നമില്ല. പേര് മാറ്റണമെന്ന് പോലീസുകാർ ആവശ്യപ്പെട്ടിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ പോലീസിനെതിരെയും വിമർശനം കടത്തോടെ ബസ്സിന്റെ പേര് മാറ്റുന്നതെന്ന് കാട്ടിൽ വ്യക്തമാക്കി. അതായത് പുള്ളിക്കാരൻ പേടിച്ച് വിറച്ച് പേര് മാറ്റിയെന്നുള്ളതാണ് സത്യം. ഇവന്മാരെ പോലെയുള്ള ബോധമില്ലാത്തവന്മാര് ഈ ബസ്സിന്റെ പേരൊക്കെ കണ്ടുകൊണ്ട് വല്ല കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പോയി, ബസ്സുകാരന് പോയി. ബോധമില്ലാത്തത് കൊണ്ടാണല്ലോ ലാമാരിൽ അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പേരാണ്. കേരളത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ നിരവധി ആൾക്കാർ ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ പോകാറുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്തും സന്തോഷ് ജോർജോടും ഇങ്ങനെയുള്ള ഒരു വീഡിയോ കണ്ടായിരുന്നു. പുള്ളിക്കാരൻ അവിടെ പോയിട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പം ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് എല്ലാം അവിടെ പോകാറുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ യുദ്ധത്തിന്റെ പേരിൽ ഈ നാട്ടിക്കൂട് കൊടുക്കുന്ന ഒരു ബസ്സിന് വരെ കല്ലെറിയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഭയങ്കരം തന്നെ, കഷ്ടം ഭയങ്കരം തന്നെ. നമ്മുടെ നാട്ടില് ഇത്രയ്ക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നാട്ടുകാരെല്ലാം ഇവിടെ പിരിവെടുത്ത് തരാം, നേരെ പോകണം ഇറാനിൽ, എന്നിട്ട് പോയി യുദ്ധം ചെയ്യും. നാട്ടിൽ കൂടെ പോകുന്ന ബസ്സിന് കല്ലെറിയുന്ന സമയം മതിയല്ലോ, പോയി യുദ്ധം ചെയ്യും. ഒന്നെങ്കിൽ റോക്കറ്റ് വീണ് തീരും, അല്ലെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യും. എല്ലാം വിട്ടോ, ഇവിടുന്ന് നേരെ അങ്ങോട്ട് വീട്, ഇസ്രായേലിലേക്കും ഇറാനിലേക്കും വീട്. നാട്ടിൽ കൂടെ ഒരുത്തൻ ഒരു ബസ് 12 വർഷം ഇസ്രായേലിൽ പോയി ജോലി ചെയ്ത് പൈസയ്ക്ക് മേടിച്ച് ആ ബസ്സിന് ഇസ്രായേലിന് പേരിട്ടു എന്ന് പറഞ്ഞ് നാട്ടിൽ കുരു പൊട്ടിച്ച് ബഹളം ഉണ്ടാക്കി ഇങ്ങനെ കുറെ ടീമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്.
നേരെ വിടന്ന്, നേരെ വിട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിവരം അറിയുമായിരിക്കും അല്ലേ, റോക്കറ്റ് വീണ് ഗുരു പൊട്ടി എല്ലാം കൂടെ തീരും. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് യുദ്ധത്തിന് പോയാലും ഇങ്ങോട്ട് യുദ്ധത്തിന് പോയാലും ഒന്നുറപ്പാ. ഇതാകുമ്പോൾ സേഫ്. ഒരു കല്ലെടുത്തുണ്ടെങ്കിൽ നിന്നാൽ മതിയല്ലോ, സോഷ്യൽ മീഡിയയിൽ കുത്തിക്കുറിച്ച് കിട്ടാൽ മതിയല്ലോ. ഇവന്മാരെയൊക്കെ പോലെ മണ്ടന്മാരാണ് ഈ നാട്ടിൽ ഇരുന്നിട്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറിക്ക് എത്ര രൂപയാണെന്ന് അറിയത്തില്ല, ഒരു കിലോ അരിക്ക് എത്ര രൂപയാണെന്ന് അറിയത്തില്ല. ഇതൊന്നും അറിയത്തില്ലെന്നുണ്ടെങ്കിലും ഇവിടുന്ന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള രാജ്യത്തിന് വേണ്ടി ഇവിടെ ഇരുന്നുകൊണ്ട് ബസ്സിന് കല്ലെറിയുകയും ബഹളം വെക്കുകയും ചെയ്യാം. ഒടുവിലൊരു ബസ് മുതലാളി ഇവന്മാരെയൊക്കെ കണ്ട് പേടിച്ച് വിറച്ച് ബസ്സിന്റെ പേര് വരെ മാറ്റി. ഇതിന്റെ പേരാണ് തീവ്രവാദം. ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യും.